ആഹാ, ഞങ്ങൾ വരുന്നതിന് മുമ്പേ തുടങ്ങി. ആ, അത് കൊള്ളാം. എവിടെ? ഗുഡ് മോർണിംഗ് സാർ. 5-6 താറാമുട്ടയാ. ഇത് നല്ലോണം മുളകിട്ട് ചിക്കി പരത്തി പൊരിച്ച് കരിച്ചിങ്ങോട്ട്. വർക്കിച്ചേട്ടാ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് പാതിര വരെ ഇരിക്കാനാ ഭാവമെങ്കിൽ നടക്കില്ല. ഓ, ഇതേ തുടങ്ങി. നിനക്ക് അറിഞ്ഞുകൂടായിട്ടാ ഈ വൈകുന്നേരങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് ഈ വർക്കിച്ചേട്ടന്റെ ഒക്കെ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഈ ദുഷ്ട സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ കല്യാണം കഴിക്കാതിരിക്കുന്നത്. ആട്ടെ, 2 ഗ്ലാസ് ഇത്തിരി വെള്ളവും ഇങ്ങതാ. രാവിലെ അനിയത്തി വഴി തെറ്റാതെ ഇങ്ങ് എത്തിയല്ലോ. പിന്നെ ഞാനാ വഴി പറഞ്ഞു കൊടുത്തത്. നല്ലോണം മുളകി ചേർക്കണേ. അപ്പുറത്തോട്ട് പോണം. പിന്നെ തുടങ്ങി കൊണ്ടുപോ. നോക്കിയിരിക്കാ കളിയടാ. ഓ, വർക്കിച്ചേട്ടൻ പിന്നെ വെള്ളം വേണ്ടല്ലോ. ഒരു കാർഡ് തന്നെ. ഞാൻ വിട്ടു. തുടക്കത്തിലേ ലക്ഷണ പെശക. 4-5 കൈ കഴിയുമ്പോൾ ഗുണപ്പെട്ടുള്ളൂ ആശാനെ. കളി ജയിച്ചാൽ എന്ത് തോറ്റാൽ എന്ത്, കളിക്കുന്നതല്ലേ പ്രധാനം. മോളെ ഗീതക്കുട്ടിയെ ഇത്തിരി വെള്ളം. ഈട്ടിടാൻ അടിച്ചോടാ. സംഗീതമൊക്കെ ഇല്ല. കുമാര വിഭോ ഗുണസാഗരപ്പോ ലാവണ്യ നാരിമണി രാഗലാലല്യ ആ പാത്രം നീ ഒന്ന് കഴുകി വെച്ചേക്ക്. ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. എഴുന്നേക്കാനുള്ള ഭാവമൊന്നും ഇല്ലേ? ഇന്നും പാതിര വരെ ഇരിക്കാന്നാ? ദേ, ഞങ്ങള് ഭക്ഷണം കഴിച്ചു. എഴുന്നേറ്റൊന്നും എല്ലാം കഴിക്കാൻ നോക്ക്. ക്ഷമയ്ക്കുണ്ട് രാത്രി. അങ്ങനെ ഇപ്പൊ കളിക്കണ്ട. ഇവിടെ കൊണ്ടുവാ. അവിടെ എഴുന്നേറ്റ്. ഒരു കൈയും കൂടി കളിച്ചോട്ടെ. ഇനിയിപ്പോ കൈയും കാലും ഒക്കെ നാളെ മതി. അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരെ ഒരുപാടായി, എനിക്ക് പോണം. നേരത്തെ ആലോചിക്കായിരുന്നില്ലേ പോണെന്ന്? ആരെവിടെ പിടിച്ചു നിർത്തിയേ? അങ്ങോട്ട് എഴുന്നേറ്റ്. അയ്യോ, വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ നിർത്തി. ഗുഡ് നൈറ്റ്. ഞാനും എന്റെ വീട്ടില് ഗുഡ് നൈറ്റ്. ഞാൻ മാത്രം. ഇതിലെ ഒരു എളുപ്പം വഴിയുണ്ട്. കേറി
കേറി, ഞാൻ പിടിച്ചോളാം, വീഴില്ല. ആ, ആ. ഇവിടെ നിന്ന് ചാടിയാ. ആ, വാ. നമുക്ക് വീട്ടിലെത്താം. രാവിലെ വെറുതെ നടക്കാറിറങ്ങിയതാവും. ഇളം മഞ്ഞത്ത് ഇതിലേക്ക് നടക്ക ഒരു സുഖ. ഇതില് നേരെ പോയാൽ ഭാരതപ്പുഴയായി. പാലത്തിന് മുകളിൽ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ? ബഹിരസ കുത്തി ഒഴിവല്ലേ പോയാ. പേടിയാവും. ട്രെയിനും കൂടെ വരുമ്പോഴാന്ന് വെച്ചാ പറയാൻ വേണ്ട. ഞാൻ കാലത്തെ അമ്പലത്തിൽ പോയിരുന്നു. ഒരർച്ചന ഉണ്ടായിരുന്നേ. ഇന്നലെ ജന്മനക്ഷത്ര എന്ന് വെച്ച് പിറന്നാളൊന്നുമല്ല കേട്ടോ. പിറന്നാളാണെന്ന് വെച്ചാൽ എല്ലാരും വിളിക്കൂലേ. ജന്മനക്ഷത്രത്തിന്റെ അന്ന് അർച്ചന നടത്തണമെന്ന് അമ്മയ്ക്ക് നിർബന്ധ. അമ്മ 14 കൊല്ലം അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നേരത്തെ തന്നിട്ടത്രേ ഞാനുണ്ടായി. അതുകൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ അർച്ചനയിലും അമ്പലത്തിലും വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെന്താ, അമ്മ പറഞ്ഞാൽ എനിക്ക് എതിര് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു എന്താ പറയാ, ഒരു സെന്റിമെന്റ്സ് അത് നമ്മൾ വേണ്ടേ മാനിക്കാൻ. അച്ഛൻ കൂടി മരിച്ച പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ, അമ്മയ്ക്ക് മൂക്കും ചട്ടത്താ ശുണ്ടി. ഞാനും അതേ പറയുന്നത് കേട്ടോ. ദേഷ്യം വന്ന പിന്നെ കണ്ണ് കണ്ടു. എല്ലാരോടൊന്നുമില്ല, അമ്മയോട് മാത്രം. മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുന്നവരെ കിട്ടിയാല് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ്സാ. ഇങ്ങോട്ടൊന്നും പറയാത്ത ആളാവുമ്പോ പ്രത്യേകിച്ചും. പിന്നെ മൗനം വലിയ വലിയ ആളുകൾക്ക് ഒരു ഭൂഷണമാണെന്നാണല്ലോ ചൊല്ല്. ഇതിലേ പോയാൽ ആ കലിങ്ങിന്റെ അവിടെ 4ാമത്തെ വീടാ എന്റെ. പോട്ടെ പ്രസാദം. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചെന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടായി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ആരും ആ പാസഞ്ചറിലായിരുന്നു. പോട്ടെ.